കുണാലിന്റെ ദിയയുടെയും കല്യാണത്തിന്റെ ആ ഒരു ദിവസം വന്ന് ദിയയുടെ ഫ്രണ്ട് ആയിട്ടുള്ള അല്ലി കുണാലിനെ അവൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ്. അല്ലി അവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം തോന്നിയ ദിയ അവളോട് ഇവിടെ നിന്ന് മാറി താമസിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്താണ് തനിക്ക് കുണാലിനെ ഇഷ്ടമാണെന്നും അവനോട് ഇതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നും അവൾ ദിയയെ അറിയിക്കുന്നത്. കുണാൽ പക്ഷേ ഈ കാര്യങ്ങളൊന്നും ദിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദിയക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കുണാലിന്റെ പേരിൽ രണ്ടുപേരും അങ്ങനെ ഫൈറ്റ് ആവുന്നുണ്ട്. ദിയക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള താലി വാങ്ങാനായി കുണാലും അല്ലിയും കൂടെയാണ് പോകുന്നത്. അല്ലി സെലക്ട് ചെയ്ത ഒരു മാല അവൾക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് താലി ആയതുകൊണ്ട് രണ്ടുപേരും അവിടെ സ്റ്റെക്കായി നിൽക്കാണ്. കുനാൽ അവന്റെ അച്ഛനോട് ഒരാളായിട്ട് സ്നേഹത്തിലായിരിക്കുമ്പോ തന്നെ വേറൊരാളോട് ഇഷ്ടം തോന്നുന്നു കൺഫ്യൂഷൻ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അച്ഛൻ അപ്പൊ നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഹോട്ടൽ റൂമിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ലവ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലി കുനാലിനോടും ദിയയോടും അവരെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും അവർക്ക് പരസ്പരം അറിയാത്ത രീതിയിലാണ് ആൻസർ ചെയ്യുന്നത്. ഇവൻ ആരാണ് ഫസ്റ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്ന് പോലും കുനാലിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിയക്കും കുനാലിന്റെ മേലിൽ ഒരു സംശയം തോന്നുന്നുണ്ട്. അവർ രണ്ടുപേരും ഒട്ടും താല്പര്യം ഇല്ലാതെയാണ് ആ ഒരു കല്യാണത്തിന് വന്നിരിക്കുന്നത്. കുനാൽ എത്ര ദിയയോട് അടുക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മുഖത്ത് മൂഡ് ഔട്ട് തന്നെയായിരുന്നു. മാത്രമല്ല അല്ലിയും കുനാലും വളരെ സന്തോഷത്തിലാണ് ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് രാത്രി ഡാൻസ് കളിക്കുന്ന സമയത്ത് പോലും ദിയക്കും കുനാലിനും മര്യാദക്ക് ഡാൻസ് കളിക്കാൻ പോലും പറ്റുന്നില്ല. അവർ തമ്മിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം വീട്ടുകാർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്. ദിയ കുനാലിന്റെ അടുത്ത് ഡയറക്റ്റ് ചെന്ന് അല്ലിയോട് നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കല്യാണം നിർത്താമെന്നും നീ അല്ലിയെ തന്നെ വിവാഹം ചെയ്തോളാനായി ദിയ കുനാലിനോട് പറയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അലിയ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. കാരണം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കുനാലിന് തന്നെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ കല്യാണം നിർത്തിവെക്കാത്തത് എന്നാണ് അവൾ ആലോചിക്കുന്നത്. ദിയ അല്ലിയുടെ അച്ഛനെയും അമ്മയെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അല്ലിക്ക് കൂടുതൽ ദേഷ്യം വരാണ്. വീട്ടുകാർ തമ്മിൽ ഇത് ചർച്ചയായപ്പോ അവർ മൂന്നുപേരും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ദിയ കുനാലിനോട് എന്നോട് ഒരു തരി റെസ്പെക്ട് എങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എന്നോട് തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന അല്ലി അവനക്ക് എന്നെ ഇഷ്ടമാണ്, അതിൽ എന്താ ഇപ്പൊ സംശയം എന്നാണ് ചോദിക്കുന്നത്. ഇതിനിടയിൽ കുനാലിനെ സെഡ്യൂസ് ചെയ്യാനായി ദിയ അല്ലിയെ അയച്ച വിവരം അല്ലി കുനാലിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടത് അവനക്ക് വല്ലാത്ത സങ്കടം തോന്നാണ്. അവൻ അവിടെ നിന്ന് പോകാണ്. ദിയ ഈ ഒരു സത്യം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ അല്ലിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിയയുടെ ഉദ്ദേശം കുനാലിന് അല്ലിയെയാണ് ഇഷ്ടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാം എന്നായിരുന്നു. ഇതറിഞ്ഞ അല്ലിയും അവളോട് സോറി ചോദിക്കുന്നുണ്ട്. കുനാലിന്റെ കൂടെ കുനാലിന്റെ അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോ ദിയക്ക് കുനാൽ ഇപ്പൊ എവിടെയാണെന്നുള്ളതെന്നുള്ള ലൊക്കേഷൻ ഇട്ട് കൊടുക്കാണ്. അങ്ങനെ മൂന്നുപേരും പോയി നിന്ന് സംസാരിക്കുമ്പോൾ കുനാലിന് അല്ലിയോട് ഒരു താല്പര്യം ഇല്ലാന്നും മേ ബി അടുത്ത ജന്മത്തില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളുടെ കാര്യത്തില് മേ ബി പറയാൻ പറ്റില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ദിയയും കുനാലും ഒന്നാവുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണം നടക്കുന്ന സമയത്താണ് അല്ലി ആലോചിക്കുന്നത്. അന്ന് അവർ ഒന്നിച്ച് റൂമിൽ പോയ സമയത്ത് അല്ലി അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ വീഴുന്നില്ല. ദിയയുടെ ഓർമ്മ വന്ന് എനിക്കിതിന് പറ്റില്ല എന്ന് പറഞ്ഞ അവൻ പോവുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും ദിയയെ അവൻ വഞ്ചിച്ചിട്ടില്ല. ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.